ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അവൾ ആ വീട്ടിൽ കയറി കൂടിയെന്ന് കരുതി വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അച്ഛൻ മരിച്ചതിന് ശേഷം ആ സ്ഥാനത്ത് നിന്നല്ലേ നീ അവളെ വളർത്തിയത്. ആ നിന്നെ അപമാനിക്കുന്നത് സ്വന്തം അച്ഛനെ അപമാനിക്കുന്നത് പോലെ തന്നെയാ. അവള് ഗോപാൽജിയുടെ മരുമകളായ ആരും ഒന്നും ചോദിക്കില്ല എന്നായിരിക്കും അവള് കരുതിയത്. അങ്ങനെയല്ലാന്ന് അവളെ മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കണല്ലോ. അതൊന്നും വേണ്ടമ്മേ. അവൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ നേരിടുന്നെന്ന് നമുക്കറിയില്ലല്ലോ. അമ്മ വിചാരിച്ചതുപോലെ ശാലിനി ഗോപാൽജിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ എന്തെങ്കിലുമൊക്കെ കളികൾ നടത്തുന്നുണ്ടാവും. അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആ കുടുംബത്തിനോടുള്ള കൂറ് കൂടുതലാണെന്ന് സ്വപ്നയ്ക്ക് കാണിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. എന്തിന്റെ പേരിലാണെങ്കിലും നിന്നെ അപമാനിക്കാനുള്ള അർഹത അവൾക്കില്ല. പഠിക്കാത്തതിനും മടിപിടിച്ചിരിക്കുന്നതിനും ഞാൻ അവളെ എന്തൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോ അവൾക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ടാവില്ലേ? അതിനൊക്കെ കൂടി അവൾക്കൊരവസരം കിട്ടിയപ്പോ തിരിച്ചു തന്നതായിരിക്കും. നീ അവളെ വഴക്ക് പറഞ്ഞിരുന്നത് അവളുടെ നല്ലതിന് വേണ്ടിയല്ലേ മോനെ? അത് അവൾക്ക് മനസ്സിലായി കാണില്ലമ്മേ. എത്തിയോ? നിന്റെ അനീതി ഇപ്പോ ഈ വീട്ടുകാർക്കും സ്വൈര്യക്കേട് ഉണ്ടാക്കാൻ തുടങ്ങി. അവള് കാരണം ഇവന് സ്വന്തം അനീതിയുടെ ചീത്ത കേൾക്കേണ്ടി വന്നു. ഇനിയെങ്കിലും അവളോട് ഗോപാൽജിക്ക് എതിരെ നിൽക്കുന്നത് നിർത്താൻ പറ. ഗോപാലൻ ഞങ്ങളുടെ അച്ഛന്റെ കൊലയാളിയാണ്. അയാളെ എതിർക്കരുതെന്ന് മഹിമയോട് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ കോളേജിൽ നടന്ന വിഷയം, അതിനുത്തരവാദി മഹിമയല്ല. ബോർഡിൽ കരിപൂശിയത് അബിയാണ്. അബിയോ? അവൻ സ്റ്റേഷനിൽ വന്ന് കുറ്റസമ്മതം നടത്തി. ഗോപാലൻ പരാതിയൊന്നുമില്ലാന്ന് പറഞ്ഞതുകൊണ്ട് അവനെ വെറുതെ വിട്ടു. ഗോപാൽജി എന്തിനാ അങ്ങനെ ചെയ്തത്? ഈ കാരണം പറഞ്ഞ് ഒരു 2 ദിവസമെങ്കിലും അവനെ സെല്ലിലിടാമായിരുന്നു. ഗിരിയേട്ടൻ ഇപ്പോഴും അവരുടെ കളികളൊന്നും മനസ്സിലായിട്ടില്ല. മഹിമയ്ക്ക് കോളേജിലുള്ള സ്വാധീനം കാരണം അവളെ എതിർക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് ഗോപാലന് മനസ്സിലായി കാണും. അതിന് അബിയും ഗോപാലനും കോളേജിൽ അവന് പേര് കിട്ടാനായിട്ട് ഒത്തുകളിച്ചത്. നിനക്ക് എന്ത് സംഭവിച്ചാലും ഗോപാൽജിയെ കുറ്റക്കാരനാക്കണം അല്ലേ? സത്യം കൺമുൻപിലുണ്ടെങ്കിലും ഗിരിയേട്ടൻ അത് കാണാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് സ്റ്റേഷനിൽ നിന്ന് തല്ലുവെല്ലാം കിട്ടിയോ? ആകെ തല്ലാൻ സാധ്യതയുള്ളത് മഞ്ജുവായിരുന്നു. അവള് പിന്നെ മഹിമയെ സംശയിച്ചതിന്റെ വിഷമത്തിലായതുകൊണ്ട് എന്നെ വെറുതെ വിട്ടു. പിന്നെ ഗോപാൽജി ഉടനെ കേസ് പിൻവലിച്ചുകൊണ്ട് ഇന്ന് സെല്ലിൽ കഴിയേണ്ടി വന്നില്ല. കോളേജില് പ്രതീക്ഷിച്ച പോലെ ഒരു ഓളം ഉണ്ടാക്കാൻ നിനക്ക് കഴിഞ്ഞോ? പിന്നെ ഇല്ലേ, ഇപ്പൊ അബിയുടെ പുറകിൽ നിൽക്കാനും നമ്മുടെ കോളേജിൽ ആളുകളുണ്ട്. ഗോപാൽജിക്കെതിരെ നിന്നതും ഇവന്റെ ഫാൻസിന്റെ എണ്ണം കൂടി. അവറ്റകൾക്ക് അല്ലെങ്കിലും എന്നെ തീരെ ഇഷ്ടമല്ലല്ലോ. അവരൊക്കെ എന്നെ ഇത്രയും വെറുക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഹിമയും അവളുടെ കൂട്ടുകാരും ശാലിനി ആ കുഞ്ഞിനെ കൊന്നതടക്കം പല വിഷയങ്ങളും പൊക്കി കാണിച്ച് നിങ്ങളെ ഒരു ദുഷ്ടനായിട്ട് ചിത്രീകരിക്കുക ഗോപാൽജി. സ്വന്തം മോൾ ഒരു കേസിൽ നിന്ന് രക്ഷിച്ചതില് എന്താ ഇത്ര വലിയ തെറ്റ്? ഇനിയിപ്പോ അവരുടെയൊക്കെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിച്ച് ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനൊന്നും എനിക്കിനി വയ്യ. അതിന്റെ ഒന്നും ആവശ്യമില്ല ഗോപാൽജി. അവരുടെ ഇടയിൽ നിങ്ങളുടെ ഒരാളുണ്ടായാൽ മതി. എന്നാലേ അവിടെ നടക്കുന്നതെല്ലാം നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റൂ. ആ പണി ഇനി ഞാൻ ചെയ്തോളാം. നിന്റെ കോളേജിലെ പിള്ളേരെ കൊണ്ടും എനിക്ക് ഭയങ്കര ശല്യം. ഏത് സമയം നോക്കിയാലും പ്രതിഷേധവും ബോധവൽക്കരണവും ഒക്കെ ആയിട്ട് അങ്ങ് ഇറങ്ങിക്കൂടും. ഇപ്പൊ അവരെല്ലാം പിരിയേറ്റാൻ ആ മഹിമയുണ്ടല്ലോ. അവൾക്ക് ഗോപാൽജിയോട് നല്ല വൈരാഗ്യമുണ്ട്. കുറ്റം പറയാനും പറ്റില്ല അല്ലേ? അല്ല, അവളുടെ അച്ഛനെ കൊന്ന കേസ് എന്ന് ആര് പറഞ്ഞു? ഇതിപ്പോ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? തെളിവുകളൊന്നുമില്ലാത്തതുകൊണ്ട് ആർക്കും ഉറപ്പിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ഇങ്ങനെ ഓരോരോ കഥകൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് വെറും ഒരു കഥയല്ലെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം ഗോപാൽജി. ഈ കഥ വിശ്വസിക്കാത്ത ഒരേ ഒരാൾ ഗിരിയായിരിക്കും. അത് ഗോപാൽജിയുടെ ഭാഗ്യം കൊണ്ടാ. അതെ, തൽക്കാലം ഗിരിയേട്ടനിൽ നിന്ന് ഗോപാൽജിക്ക് അപകടമൊന്നുമില്ല. പക്ഷേ
അതിന് പാകത്തിലുള്ള പണി മഹിമ തരുന്നുണ്ടല്ലോ. മഹിമ മഞ്ജുവിനെ പോലെ അല്ല ഗോപാൽജി. പകരം വീട്ടാൻ തീരുമാനിച്ച അവൾ അത് ചെയ്തിരിക്കും. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് അവളെ പേടിയില്ല. പക്ഷേ അവൾ ആ കോളേജിൽ ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊരുമിച്ച് നിൽക്കുമ്പോൾ പേടിക്കാതെ പറ്റില്ല. അവളുടെ കൂടെ നിൽക്കുന്നവരെ ഭിന്നിപ്പിക്കാനാണല്ലോ നമ്മുടെ ശ്രമം. അത് ഫലം കണ്ടു തുടങ്ങി ഗോപാൽജി. അവൾ ഒറ്റയ്ക്കാകുമ്പോൾ അവളെ ഞങ്ങൾ തന്നെ തീർത്തോളാം. അവളെ തകർത്തില്ലാതാക്കുക മാത്രമാണ് ഇപ്പൊ ഞങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം. അഭി വന്ന് കേസ് ഏറ്റെടുത്തത് തന്റെ ഭാഗ്യം. അല്ലെങ്കിലേ താനല്ല കുറ്റം ചെയ്തതെന്ന് തെളിയിക്കാൻ നമ്മൾ കുറെ പാടുപെട്ടേനെ. അവനിനി അതിന്റെ പേരിൽ കോളേജിൽ കുറെ ഷോ കാണിക്കും. ഗോപാലിനെ എതിർത്തതുകൊണ്ട് അവൻ നല്ലൊരുത്തനാണെന്ന് കുറച്ചെങ്കിലും ആൾക്കാര് തെറ്റിദ്ധരിച്ചു കാണും. അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ കൂട്ടി അവൻ അവിടെ ഒരു ഗ്രൂപ്പ് കളി നടത്താൻ സാധ്യതയുണ്ട്. എടോ, അവൻ എന്ത് കളി വേണമെങ്കിലും കളിച്ചോട്ടെ. താൻ രക്ഷപ്പെട്ടല്ലോ, എനിക്കത് മതി. പിന്നെ ഒരു പ്രശ്നത്തിൽ നിന്നും അടുത്ത പ്രശ്നത്തിലേക്ക് ചാടുന്ന തന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് താൻ കുറയ്ക്കുന്നത് നല്ലതാണേ. ഇവിടെ ആഴ്ചയിൽ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാ. ഒരു വക്കീൽ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് നല്ലതല്ലേ? എടോ, അത് വേറെ കക്ഷികളുടെ കേസാണെങ്കിലേ എന്റെ പോക്കറ്റിലേക്ക് വല്ലതും വീഴും. ഇത് വെറും പാഴ്ചലമല്ലേ? ഓ, എന്നാ അടുത്ത തവണ വക്കീല് വരണ്ട. അല്ല, അപ്പോ ഇനിയും സ്റ്റേഷനിൽ കയറുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായല്ലേ? ഇത്തവണ ഞാനായിട്ട് വരുത്തി വെച്ച പ്രശ്നമല്ലല്ലോ. അല്ല, പക്ഷേ പൊതുവെ താൻ അങ്ങോട്ട് പോയി പ്രശ്നം പിടിക്കാറാണല്ലോ പതിവ്. ആ ഇനത്തിലുള്ള പ്രശ്നം ഒന്ന് കുറച്ച് തന്നാ മതി. ഞാൻ ശ്രമിക്കാം. ആ, അത് മതി. സത്യം പറഞ്ഞ കല്യാണത്തിന് ശേഷമാ ഞാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ചാടുന്ന പരിപാടി തുടങ്ങിയത്. ശരിയാണല്ലോ. അതാ അങ്ങനെ? ഞാൻ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്നെ രക്ഷിക്കാൻ പറന്നു വരുന്ന ഒരു ഭർത്താവ് എനിക്കുള്ളതുകൊണ്ട്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാനും നിൽക്കണ്ടാട്ടാ. ഓ, ഇങ്ങനെ റൊമാൻസ് കാണിക്കാൻ അറിയാത്തൊരു മനുഷ്യൻ. ഞാന് ഇങ്ങനെ 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 റൊമാൻസ് കാണിച്ചാൽ മതിയോ? എടാ പോകലോ. ഞാനിന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാനിവിടുത്തെ കുറച്ച് ജോലിയൊക്കെ ചെയ്തു. അമ്മയ്ക്ക് അത് ഇഷ്ടാവില്ലെന്നറിയാം. എന്നാലും ജോലി ചെയ്യാതെ എങ്ങനെ ഈ വീട്ടിൽ കഴിയുക? മുറ്റം ഞാൻ അടിച്ചു വാരി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അതും ഉണ്ടാക്കാം. എന്നോട് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് അത്ര നല്ല ശീലമല്ല. പുതിയൊരു വീട്ടിലെ അടുക്കള കയറി പെരുമാറുന്നതിന് മുൻപ് ആ വീട്ടിലെ മുതിർന്ന സ്ത്രീകളോട് ചോദിക്കുന്നതാണ് മര്യാദ. അമ്മ ഒരിക്കലും എന്നെ പാചകം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാലോ. വീട്ടിൽ വന്ന അതിഥികളെ കൊണ്ട് അമ്മ ഒരിക്കലും ജോലി ചെയ്യിപ്പിക്കില്ല എന്നും എനിക്കറിയാം. അതാണ് അമ്മയുടെ തറവാടിത്തം. പക്ഷേ എത്ര നാളാന്ന് കരുതിയാ ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. എന്തെങ്കിലുമൊക്കെ അമ്മയെ സഹായിക്കണമെന്ന് എനിക്കും തോന്നിപ്പോയി. അമ്മയുടെ അധികാരത്തെ ചോദ്യം ചെയ്യാനൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?